പിന്നീട് ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ബോക്സ് സെറ്റാക്കാനുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട് വൈശാഖ് തന്നൊരു വർക്കായിരുന്നു കേട്ടത്. സാധനങ്ങളൊക്കെ അവൻ എത്തിച്ചെന്നിട്ട് എന്നോട് സെറ്റാക്കി കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അതിൽ ചെയ്യാനുണ്ടായിരുന്നത് 2 ചോക്കോ ട്രഫിളിൻ്റെ ജാറും കുറച്ചധികം ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ അവൻ തന്ന ഐറ്റംസൊക്കെ അതിൽ സെറ്റാക്കി കൊടുത്തു കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവൻ ഈ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കാൻ പറയുന്നത് കേട്ടോ. അവൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് അവൻ വരുന്നത് കേട്ടോ. ചോക്ലേറ്റും ഡ്രസ്സും സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സെറ്റാക്കിട്ടോ. എന്തായാലും വീഡിയോ എടുക്കണമെന്ന് അവൻ പറഞ്ഞത് കൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. അധികം വെട്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് വൈശാഖ്. ഇന്ന് ഞാൻ ഇവിടെ എത്തിയത് കാരണം തന്നെ അവനാണ് കേട്ടോ. ഒരു കൊറോണ കാലത്ത് തുടങ്ങിയ ബേക്കിംഗ് ആയിരുന്നു കേട്ടോ എൻ്റെത്. 3 കേക്കുകൾ ഉണ്ടാക്കിയിട്ട് 4ാമത്തെ വർക്ക് തന്നെ അവൻ്റെ സിസ്റ്ററിൻ്റെ വാവയുടെ ബർത്ത്ഡേക്ക് അവൻ 2 kg കേക്കാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിലെ അത്രയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഇതിൻ്റെ ഈ ഒരു ബേക്കിംഗ് ജേണിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.